സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് KSRTCയുടെ ഗ്രൗണ്ടുകളിലും സ്വന്തം സ്ഥലത്തും നടത്തും. തീയതി ലഭിച്ച അപേക്ഷകർ സ്വന്തം വാഹനവുമായി ഇന്ന് ടെസ്റ്റിനായി എത്താൻ മോട്ടോർ വാഹന വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിഷേധമുണ്ടായാൽ പോലീസ് സംരക്ഷണം ഉറപ്പാക്കാനും RTOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് അവ്യക്തതകൾ തുടരുമ്പോൾ ലേണേഴ്സ് പാസ്സായവരുടെ കാത്തിരിപ്പും തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നത് 9,000 പേരാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയും കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനും ചേരുന്നുണ്ട്. ആദ്യം ശാലിനിയിലേക്കാണ്. ശാലിനി, എന്തായാലും മുട്ടത്തറ ഗ്രൗണ്ടിലൊക്കെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധക്കാർ ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടായിരിക്കാം ആരും സ്ലോട്ട് ലഭിച്ചവരാരും അങ്ങനെ ടെസ്റ്റിനായി എത്താതിരുന്നൊരു സാഹചര്യം. സ്വന്തം വാഹനവുമായി വന്നാലും പോലീസിന്റെ സംരക്ഷണം നൽകുമെന്നൊക്കെ ആദ്യം മുതൽക്കേ ലഭിക്കുന്ന ഉറപ്പുകളാണ്. എന്തായാലും MVD ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇന്നു മുതൽ KSRTCയുടെ ഗ്രൗണ്ടുകളിലും സ്വന്തം സ്ഥലത്തും ഈ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പാക്കും എന്നുള്ളത്. സമരക്കാരുടെ നിലപാട് ഇപ്പോഴും അയഞ്ഞിട്ടുമില്ല. എങ്ങനെ നോക്കിക്കാണും? ലക്ഷ്മി, നമസ്തേ, ഗുഡ് മോർണിംഗ്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2-ാം തീയതിയാണ് പരിഷ്കരിച്ച ടെസ്റ്റിംഗ് രീതി നിലവിൽ വരുന്നത്. 2-ാം തീയതി മുതൽ ഇന്ന് 10-ാം തീയതിയാണ്. പക്ഷേ ഇതുവരെയും കൃത്യമായി ടെസ്റ്റിംഗ് നടത്താനോ പരിഷ്കാരങ്ങൾ നടത്താനോ സർക്കാരിനോ MVDക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 2-ാം തീയതി മുതൽ തുടങ്ങിയ ആ ഒരു ശക്തമായ പ്രതിഷേധം സംയുക്ത സമരസമിതി തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുട്ടത്തറ കേന്ദ്രീകരിച്ചാണ് സർക്കാരിന് കീഴിൽ വരുന്ന ടെസ്റ്റിംഗ് കേന്ദ്രത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ CIT ഉൾപ്പെടെ ഇടതനുകൂല സംഘടനകൾ, INTUC, BMS ഉൾപ്പെടെയുള്ള സംഘടനകളും പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്നും ആ പ്രതിഷേധങ്ങൾക്ക് അയവില്ല. മന്ത്രിയുടെ നിലപാടിനെതിരെയും ഒപ്പം തന്നെ ഈ ഒരു പരിഷ്കാരം പിൻവലിക്കണമെന്ന ആവശ്യവും ഉത്തരവുമായിട്ടാണ് ഇപ്പോഴും ഈ പ്രതിഷേധക്കാർ സമരം തുടരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവർ അതിൽ ചില ഇളവുകൾ നൽകണം. പ്രത്യേകിച്ച് ഈ 15 വർഷം ഉപയോഗിച്ച വാഹനങ്ങൾ ഉപയോഗിക്കരുത്, ടെസ്റ്റിംഗ് രീതിയിലെ പുതിയ നിർദ്ദേശങ്ങൾ, ഇതൊക്കെ നടപ്പിലാക്കാൻ സാവകാശം വേണമെന്നൊരു ആവശ്യമാണ് സംയുക്ത സമരസമിതി മുന്നോട്ട് വെക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിരവധി ടെസ്റ്റുകൾ മുടങ്ങിയ സാഹചര്യം. ഒപ്പം തന്നെ ഗൾഫ് മേഖലയിലേക്ക് ജോലിക്ക് പോകുന്നവരടക്കമുള്ളവർ ഈ ലൈസൻസ് വാങ്ങി പോകാനുള്ള അവരുടെ ആഗ്രഹം ഉപേക്ഷിക്കേണ്ട രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തുന്നു. MVD വലിയ രീതിയിൽ പഴികേക്കുന്നു. മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിലാണ് ഇന്നു മുതൽ തന്നെ കർശനമായി ടെസ്റ്റിംഗ് നടത്താനുള്ള നടപടിയിലേക്ക് സർക്കാർ എത്തുന്നത്, ഗതാഗത വകുപ്പ് എത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ KSRTCയുടെ കീഴിലുള്ള കേന്ദ്രങ്ങളിൽ ഈ ഒരു പരിശോധനയും ടെസ്റ്റിംഗും നടത്താനുള്ള ശ്രമം അവർ ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകമായി KSRTC ഗ്രൗണ്ടുകളിലായിരിക്കും ഇന്ന് പരിശോധനകൾ ആരംഭിക്കുക. 86 സർക്കാരിന് കീഴിൽ വരുന്ന കേന്ദ്രങ്ങളാണ് സംസ്ഥാന വ്യാപകമായുള്ളത്. ഇതിൽ 10ഓളം കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. 10ഓളം കേന്ദ്രങ്ങൾ നേരിട്ട് സർക്കാർ നടത്തുന്നതുമാണ്. ഈ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ KSRTCയുടെ ഗ്രൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക. അതിനായി ഇന്ന് ഈ അപേക്ഷകർ കൊടുത്തവരോടെല്ലാം തന്നെ എത്താനുള്ള നിർദ്ദേശവും MVD നൽകിയിട്ടുമുണ്ട്. വേണ്ടി വന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ RTOമാർക്ക് പോലീസിന്റെ സഹായം തേടാമെന്നുള്ളതാണ് അവർക്ക് ഇന്നലെ തന്നെ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ടെസ്റ്റിംഗ് നടക്കുക തിരുവനന്തപുരം ആനേറയിലുള്ള KSRTCയുടെ ഗ്രൗണ്ടിലായിരിക്കും എന്നുള്ളതാണ്. അവിടെ ഏകദേശം 1 ലക്ഷത്തിലധികം പേരുടെ അപേക്ഷകൾ സംസ്ഥാന വ്യാപകമായി കിടക്കുകയാണ്, കെട്ടിക്കിടക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ കിടക്കുന്നു. ഏകദേശം 15,000-ലധികം ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ടെസ്റ്റുകൾ പരാജയപ്പെട്ട അല്ലെങ്കിൽ അത് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ഘട്ടത്തിലാണ് പോലീസ് സംരക്ഷണയോടുകൂടി ടെസ്റ്റിംഗ് നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യമായി അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ എത്തണം. അവർ നൽകിയിട്ടുള്ള ഇതേപോലെയുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നു മുതൽ പരിശോധനകൾ അല്ലെങ്കിൽ ടെസ്റ്റുകൾ നടക്കുക. സ്വന്തം വാഹനത്തിൽ വേണം അപേക്ഷകർ എത്താൻ. അതിനുശേഷം ആദ്യം സ്വന്തം വാഹനത്തിൽ എത്തുന്നവർ അല്ലെങ്കിൽ ഈ അപേക്ഷകർ ആദ്യം ഡ്രൈവിംഗ് നടത്തും. ഇതിന് പിന്നാലെയായി ഉദ്യോഗസ്ഥർ, MVD ഉദ്യോഗസ്ഥർ വാഹനത്തിൽ പോകും. അതിനുശേഷമായിരിക്കും, അത് പാസ്സായാൽ മാത്രമായിരിക്കും 2-ാം ഘട്ടമായിട്ടുള്ള ഉദ്യോഗസ്ഥർ വാഹനത്തിൽ ഇരുന്നു കൊണ്ടുള്ള ടെസ്റ്റ് നടത്തുക. പിന്നീട് മറ്റ് റോഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യും. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം സംയുക്ത സമരസമിതി തുടരുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ മുന്നോട്ട് പോവുകയാണ് ആ ഒരു പ്രതിഷേധം. എന്തായാലും ഒരു രീതിയിലും പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് സംയുക്ത സമരസമിതി ഉള്ളത്. കാരണം ഇത്രയധികം നിലപാടിൽ അയവ് വരുത്താത്ത സാഹചര്യം MVD
മന്ത്രിയുടെ ഇത്തരത്തിലൊരു സുപ്രധാന തീരുമാനം യോഗത്തിൽ ഉണ്ടായത്. പക്ഷേ ഈ MVDക്കും ഈ പരിഷ്കരിച്ച ഗ്രൗണ്ടിൽ വേണ്ട ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴും MVDക്ക് സ്വന്തമായ എത്ര ഗ്രൗണ്ടുകൾ ഉണ്ട് എന്നുള്ളത് ആ ഒരു സമയത്ത് ചർച്ചയായിരുന്നു. മാത്രമല്ല സ്വന്തം വാഹനത്തിൽ വരണം എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ അങ്ങനെ സാധിക്കാത്തവർക്ക് ഈ വാടകയ്ക്കൊക്കെ വാഹനം എടുക്കാനുള്ള ഒരു നീക്കമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരുപക്ഷെ പ്രതിസന്ധികൾ ഇതുവരെ തീർന്നിട്ടല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ ഉത്തരവുമായി തന്നെ മുന്നോട്ട് പോകാൻ, പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുമായി മുന്നോട്ട് പോകാൻ MVD തീരുമാനിച്ചപ്പോൾ ലക്ഷ്മി, അത് തന്നെയാണ് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും ഈ ഒരു ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഒരു സമരം ആരംഭിച്ച 2-ാം തീയതി മുതൽ നിൽക്കുന്നതാണ് ഈ വാഹനങ്ങളുടെ കാര്യക്ഷമത, ഒപ്പം തന്നെ വാഹനങ്ങൾ സ്വന്തമായി കൊണ്ടുവരണമെന്നുള്ള ആശയക്കുഴപ്പങ്ങൾ. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാവർക്കും സ്വന്തമായി വാഹനം ഉണ്ടാകണമെന്നില്ല. അവർ വാടകയ്ക്ക് വാഹനം എടുത്ത് നിശ്ചയിച്ച തീയതിയിൽ എത്തുക എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ഈ സമരം നിൽക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സംയുക്തമായി സമരം തുടരുന്ന ഒരു സാഹചര്യം. അവർക്ക് ഇത്തരത്തിൽ ഗ്രൗണ്ടുകൾ പരിഷ്കരിക്കാൻ സാധിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരാണ് പലരും എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല ഈ 15 വർഷം പഴക്കം ചെന്ന വാഹനങ്ങൾ ഇനി ഉപയോഗിക്കരുത് എന്നുള്ളതും, ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉപയോഗിക്കരുത്. അങ്ങനെ വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങളാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ഈ ഒരു ഉത്തരവിലുള്ളത്. അടിയന്തരമായ ഒരു രീതിയിലുള്ള കൂടിയാലോചനകളും നടത്താതെയാണ് ഗതാഗത മന്ത്രി ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയത് എന്നുള്ളതാണ് ഈ സമരസമിതി അംഗങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അതിൽ ആദ്യം തന്നെ കല്ലുകടി ഉണ്ടായിട്ടുള്ളത് ഇടതുമുന്നണിയിൽ നിന്ന് തന്നെയാണ്. CITU അടക്കമുള്ളവർ ഇപ്പോഴും ആ ഒരു പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. ഉത്തരവ് പിൻവലിക്കുക, അല്ലെങ്കിൽ സാവകാശം നൽകുക, ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കാൻ, ഒപ്പം തന്നെ വാഹനങ്ങളുടെ ക്രമീകരണം, സ്വന്തമായി വാഹനം കൊണ്ടുവരാനുള്ള അവരുടെ ഒരു സൗകര്യം ഒരുക്കൽ, ഇതിനടക്കം സമയം അനുവദിച്ച് നൽകണം എന്നുള്ളതാണ് ഓരോ ടെസ്റ്റിംഗ് ഉടമകളും മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. എന്നാലും അതൊക്കെ നടക്കുമോ, അതോ ഇന്നും ഈ 10-ാം തീയതിയും ഈ ഒരു ടെസ്റ്റിംഗ് മുടങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ആനയറയിൽ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ആ പ്രതിഷേധത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അടിച്ചമർത്തിക്കൊണ്ട് ടെസ്റ്റിംഗുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് MVDയുടെയും RTOമാരുടെയും ഒക്കെ പ്രധാനപ്പെട്ട തീരുമാനം. ഇതിനായി കൂടുതൽ പോലീസിനെയും ഓരോ കേന്ദ്രങ്ങളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും 8 മണിയോടുകൂടി ടെസ്റ്റിംഗ് ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അറിയാം ഏത് രീതിയിൽ ടെസ്റ്റിംഗ് മുന്നോട്ട് പോകും, പ്രതിഷേധം ഇന്നും ഗ്രൗണ്ടുകളിൽ ഉണ്ടാകുമോ എന്നുള്ളത്. ലക്ഷ്മി, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.